എനിക്ക് ചിരി വന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ സണ്ണി ജോസഫിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിന് വലിയ ആശ്വാസമുണ്ട്. എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്നെക്കുറിച്ച് നല്ലതാണല്ലോ കെ സുധാകരൻ പറഞ്ഞത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസമുണ്ടല്ലോ. അത് ചില്ലറ ആശ്വാസമല്ല. യെസ് യെസ് അതായത് പൊതുവെ സൗമ്യ സ്വഭാവക്കാരായ ആളുകളെയാണ് വർക്കിംഗ് പ്രസിഡന്റ്സ് ആക്കിയിട്ടുള്ളത്. ടി സിദ്ദിഖിനെ പോലെ അല്ല വിഷ്ണുനാഥ്, വളരെ സോഫ്റ്റ് ആയ നമ്മളിവിടെ സുഹൃത്താണ്. അവരുടെ അനിൽകുമാർ ആയിരുന്നാലും ഇവിടെയുള്ള മലപ്പുറത്തായിരുന്നാലും അപ്പൊ മൊത്തം ഒരു സോഫ്റ്റ് ലീഡർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ പ്രേംകുമാറിന് തെറ്റിന്ന് ഞാൻ പറയും. കാരണം ഇതിന് മറുഭാഗത്ത് ഒരു കൗണ്ടർ വേറെ വെച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം, പാലക്കാട്ടെ MLA, ഇന്നലെ കണ്ണൂരിൽ മലപ്പട്ടത്ത് ഇവിടെ നിന്ന് ഈ കസേരയെ ഒഴിപ്പിച്ച് എത്രയോ പാടുപെട്ട് ഓപ്പറേഷൻ സുധാകരൻ പൂർത്തിയാക്കി കെ സുധാകരനെ കണ്ണൂരിലേക്ക് എത്തിച്ചു. ആ കണ്ണൂരിലെത്തിയ കെ സുധാകരനെ അവിടെ മൈക്കിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം എത്ര ഗംഭീരമായിട്ടാണ് നറേറ്റ് ചെയ്തത്. അവിടെയാണ് ഈ മുദ്രാവാക്യം വന്നത്, ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി ഞങ്ങൾ കടലിലോ കായലിലോ ഒന്നും കളഞ്ഞിട്ടില്ല എന്ന ഏറ്റവും ഹീനമായിട്ടുള്ള, അതായത് ഞങ്ങൾ തന്നെയാണ് ധീരജിനെ കൊന്നത് എന്ന് പരസ്യമായി വിളിച്ചു പറയും വിധത്തിലേക്ക് മുദ്രാവാക്യം വരുന്നു. അവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞ രീതിയിലുള്ള സോഫ്റ്റായ നേതൃത്വത്തിൻ്റെ മറുമുഖം കൂടിയല്ലേ? അല്ല ശരത്, അതായത് അത് തന്നെ ഞാൻ പറയുന്നത്. അത് ഈ റീകോൺഫിഗറേഷനിലൂടെ ഒരു സോഫ്റ്റ് ആയ ലീഡർഷിപ്പിനെ കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് ആളുകളെ നോക്കിയാൽ മനസ്സിലാവുക. രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കമാൻഡ് നിയമിച്ചതല്ല, മൂപ്പരനെ കുറെ ഐഡന്റിറ്റി കാർഡൊക്കെ ഒപ്പിച്ച് ഭയങ്കര ക്യാമ്പയിനൊക്കെ നടത്തി ജയിച്ചു വന്നതാണ്. അദ്ദേഹം അങ്ങനെ ജയിച്ചു വന്നതാണ്. പക്ഷേ സുധാകരന്റെ ഇൻഫ്ലുവൻസിൽ ഹാർഷ് ആയി കഴിഞ്ഞിട്ടുള്ള, വയലന്റ് ആയി കഴിഞ്ഞിട്ടുള്ള VD സതീശൻ അവിടെ നിൽക്കുകയാണ്. അതാണ് കെ സുധാകരൻ ഇന്നും പറയുന്നത്. സാധാരണ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒന്നിച്ചു മാറുക എന്നുള്ളതാണ്. അത് മാറിയിട്ടില്ലല്ലോ.